ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ പന്നിക്കോടുള്ള മനോഹരമായി കണ്ടംപററി സ്റ്റൈൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 2950 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ഏരിയ വരുന്നത്. ജംഷീദ് ഫാത്തിമ ഉസ്ന ദമ്പതികൾക്കായി സ്പാൻ ഡിസൈൻസിലെ ആർക്കിടെക്റ്റ് ബഷീറാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. 10 സെൻറ്റ് പ്ലോട്ടിൽ 2950 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട്ടിൽ 5 ബെഡ്റൂമാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ മുന്നേ വീടിൻ്റെ എലിവേഷൻ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. പൂർണ്ണമായും കണ്ടംപററി സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലാം കൂടി മിക്സഡ് ആക്കിയിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോപ്പ്ഡ് റൂഫ് നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കർവ്ഡ് റൂഫായിട്ട് ഫ്ലാറ്റാണ്, ഒരു എഡ്ജ് മാത്രം കർവ്ഡാക്കിയിട്ട് ഡിസൈൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ചെറിയ രീതിയിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള കാർ പോർച്ചാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഡിറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസൈനിൽ മാത്രം നമുക്ക് ആ ഒരു ഒറ്റ നോട്ടത്തിൽ ഡിറ്റാച്ച്ഡ് ആണ് എന്ന് തോന്നുമെങ്കിലും നമ്മൾ സ്ലാബ് കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല നീളം കൂടിയിട്ടുള്ള കാർ പോർച്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്നോവ ക്രിസ്റ്റ പോലുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ആ ഒരു പില്ലറിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ആക്കിയിട്ടുള്ള രൂപത്തിലാണ് നൽകിയിട്ടുള്ളത്. എലിവേഷൻ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിലായിട്ട് ഒരു പഞ്ച് നൽകിയിട്ട് അതിന് വേറൊരു കളർ എലമെൻ്റ് കൂടി നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു എൽ ഷേപ്പിലാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ വീട് അത്യാവശ്യം നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ താഴ് ഭാഗത്ത് കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ നല്ലൊരു വ്യൂ വരുന്ന ഏരിയയാണ് ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അവിടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റ് കൂടിയിട്ടുള്ള ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഒരു ടിൻറ്റഡ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. എല്ലാതും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കോർണർ വിൻഡോ, താഴെ അതേപോലെ തന്നെ മുകളിലും കോർണർ വിൻഡോ നൽകിയിട്ട് ആ ഒരു ഭാഗം ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് ഷോവാൾ കാര്യങ്ങളൊക്കെ നൽകിയിട്ടാണ് എലിവേഷൻ ഭംഗി കൂട്ടിയിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഒരു എൽ ഷേപ്പിലായിട്ടാണ് സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. 2 മീറ്റർ വീതി, 4 മീറ്റർ നീളത്തിലാണ് സിറ്റ് ഔട്ട് നൽകിയിട്ടുള്ളത്. പില്ലറൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടാണ്, സിമെൻറ്റ് ടെക്സ്ചർ പെയിൻറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ രീതിയിൽ എപ്പോഴും ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് നനഞ്ഞാണ്ട് കാണാറുണ്ട്. പക്ഷെ ഇത് നല്ല രീതിയിൽ തന്നെ പ്രൊജക്ഷനും കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ 2 ചെയർ ഇവിടെ കൊടുത്തിട്ടുള്ള കട്ടില കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ജനലായാലും വാതിലായാലും എല്ലാതും തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെയിൻ ഡോറിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഗ്രൂ വരുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു മെറ്റൽ CNC വർക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. മിനിമലായിട്ട് തന്നെയാണ് ജിപ്സം സീലിംഗ് നൽകിയിട്ടുള്ളത്. അതിൽ പാനൽ ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സിലിണ്ടർ ലൈറ്റ് നൽകിയിട്ടാണ് ഈ ഒരു സ്ലാബ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളത്തെ കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ഒരു ഫോയർ സ്പേസിലാണ്. അവിടെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. മുകളിലൊരു വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരു തേക്കിൻ്റെ പെയിൻറ്റ് നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് താഴ്ചയിലാണ് ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോർമൽ ലിവിങ്ങും ഈ ഒരു പാസേജും തമ്മിലുള്ള പാർട്ടീഷനാണ് ഈ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരു 280x300 സൈസിൽ വരുന്ന ഒരു ചെറിയൊരു ഫോർമൽ ലിവിങ് ആണ്. എൽ ഷേപ്പായിട്ട് സോഫ നൽകിയിട്ടുണ്ട്. ഒരു ഗ്രേ ഫിനിഷും ഒരു ഗോൾഡൻ ലെഗോട് കൂടിയിട്ടുള്ള സോഫയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് മാച്ചാണ് രൂപത്തിൽ തന്നെ ഒരു ടീപ്പോയി നൽകിയിട്ടുണ്ട്. ഈ ഒരു വാളിൽ ഇതേപോലെ കൺസ്ട്രക്ഷൻ ടൈമിൽ ഓപ്പൺ ആക്കിയിട്ടിട്ട് അതിൽ ഇൻറ്റീരിയറായിട്ട് ഈ ഒരു നിഷസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതാണ്.
പിന്നെ ഇവിടുത്തെ സീലിംഗ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രൊഫൈൽ ലൈറ്റും അതേപോലെ തന്നെ ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ട് അതിൽ തേക്കിൻ്റെ പെയിൻറ് വരച്ചതാണ്. അതിലൊരു ബ്ലാക്ക് കളർ കൂടി നൽകിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഫോർമൽ ലിവിങ്ങിലേക്ക് കയറി വരുമ്പോൾ തന്നെ കാണുന്ന വാളാണ് അത്. വാൾപേപ്പർ നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പാനലിങ്ങും അതേപോലെ തന്നെ റോമൻ കർട്ടനും നൽകിയിട്ടുണ്ട്. ഈ ഒരു സോഫനോടൊക്കെ മാച്ചാവുന്ന രൂപത്തിൽ തന്നെയാണ് കർട്ടന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ രൂപത്തിലാണ് ഫോർമൽ ലിവിങ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ കാഴ്ചകളാണ് കാണാറുള്ളത്. നല്ലൊരു വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 320x420 ഇവിടുത്തെ സൈസ് വരുന്നത്. ഒരു 6 പേർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ടേബിളും ചെയറുമാണ് വന്നിട്ടുള്ളത്. ചെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുഷൻ ടോപ്പായിട്ട് വരുന്ന രൂപത്തിലാണ് ചെയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ ടോപ്പായിട്ട് മാർബിളാണ് നൽകിയിട്ടുള്ളത്. ഇത് നമ്മൾ പല രീതിയിലും ചെയ്യാറുണ്ട്. ഇതേപോലെ ഈ ഒരു ഇത് മാത്രം നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഇത് നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് തന്നെ കസ്റ്റം ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെയുള്ള വലിയ ഷീറ്റ് വാങ്ങിയിട്ട് ഇതേപോലെ നമ്മൾ കിച്ചണിലൊക്കെ ചെയ്യുന്ന പോലെ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഡബിളാക്കിയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാലും ഈ ഒരു ഫിനിഷ് കിട്ടും. അപ്പോൾ നമുക്കിത് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും പറ്റും. നമ്മളെ രീതിക്കനുസരിച്ച് നമുക്ക് ചിലവ് കുറക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതേപോലെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു പർഗോള ടൈപ്പിലായിട്ടാണ് ഈ ഒരു സീലിംഗ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഡബിൾ ഹൈറ്റ് ആക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ട് അവിടെ നമ്മൾ ഫോർമൽ ലിവിങ്ങിൽ കണ്ട അതിനോട് മാച്ചാണ് രൂപത്തിലുള്ള വേറൊരു വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. പിന്നെ കൂടുതൽ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സ്കൈ വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പർഗോള നൽകിയിട്ട് അതിൽ ഫിക്സഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലൊരു വുഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ള കർട്ടൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഔട്ട് ഷിയർ എന്നുള്ള രൂപത്തിലുള്ള 2 കർട്ടനാണ്, ലോങ് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെയാണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. ആ ഒരു മിററിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ട നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ താഴെ സ്ട്രിപ്പ് ലൈറ്റ് കൂടി വന്നപ്പോൾ വേറൊരു വൈബ് തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ആ ഒരു വുഡൻ ഫിനിഷിൽ പാനലിങ് നൽകിയിട്ടുണ്ട്. നാനോ വെയിറ്റ് ആണ് ടേബിൾ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വാഷ് ബേസിൻ്റെ കൗണ്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ 2 ഭാഗത്തും ഓപ്പൺ ബോക്സും സെൻട്രലായിട്ട് ഇതേപോലെ ഡോറ് വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വുഡ് അതേപോലെ തന്നെ BG കളർ കോമ്പിനേഷനിലാണ് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ഫാമിലി സിറ്റിംഗ് എന്നുള്ള രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ചെറിയൊരു സോഫ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സ്റ്റെയർ വരുന്നത്. അപ്പോൾ സ്റ്റെയറിൽ ത്രെഡിൽ നൽകിയിട്ടുള്ളത് ലെപ്പോത്ര തന്നെയാണ്. ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റ് ആണ് ത്രെഡിൽ നൽകിയിട്ടുള്ളത്. റൈസറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള മോർവുഡ് വൈറ്റ് എന്നുള്ള മാർബിളാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാഗണി വുഡിലാണ് നൽകിയിട്ടുള്ളത്. അതിൽ ടഫൻ ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹാളിലും അതേപോലെ തന്നെ ഒരു ഫോർമൽ ലിവിങ്ങിലും പറയാനുള്ളത്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഡിസൈൻ ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ്. ഒരു 14-11 സൈസിൽ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പറാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് വരുന്നൊരു ബെഡ്റൂമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കോർണർ വിൻഡോ വരുന്നത്. അപ്പോൾ അതിനൊക്കെ നല്ല ഭംഗിയിൽ തന്നെ പാനലിങ് നൽകിയിട്ടുണ്ട്. റോമൻ കർട്ടനാണ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് കർട്ടൻ നൽകിയിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുഷൻ വരുന്ന രൂപത്തിലാണ് ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്തും സൈഡ് ബോക്സ് നൽകിയിട്ടുണ്ട്. സൈഡ് ബോക്സ് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഒരു ലെഗ് വരുന്ന രൂപത്തിലാണ് സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 2 വാർഡ്രോബായിട്ട് തന്നെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഭാഗത്തേക്ക് ഇത് മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ പറ്റും എന്നുള്ളതാണ് ക്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ അതേപോലെ തന്നെയാണ് കോട്ടിൻ്റെ കാര്യം. കോട്ടും നമുക്ക് പൊസിഷന് കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് തന്നെയാണ് കോട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു സ്റ്റോറേജ് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ സീലിങ്ങിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു L ഷേപ്പിലായിട്ട് ആ ഒരു വുഡൻ കളറ് നൽകിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു തേക്കിൻ്റെ
ഒരു പെയിൻറ്റ് ഇവർ നൽകിയിട്ടുണ്ട്. അതിൽ ആ ഒരു ബ്ലാക്ക് ആ ഒരു ലൈന് കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല ലെങ്ത്ത് കൂടിയിട്ടുള്ള ഒരു മിറർ നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ഡ്രോയർ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ആ ഒരു വാഷ് ബേസിൻ കൗണ്ടർ കണ്ടിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിനോട് ചേർന്നിട്ടായിട്ട് ഒരു ബാത്റൂം വന്നിട്ടുണ്ട്. 2:2 വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത്. 4:2 ഗ്ലോസി ഫിനിഷ് ടൈലാണ് വാളിലും നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂമും അതിനോട് ചേർന്നിട്ടുള്ള ഒരു കിച്ചണുമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഒരു പാനലിങ് നൽകിയിട്ട് അതിൽ 3 ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പാനൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൽ മൈക്ക ഫിനിഷ് കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ ഒരു കട്ടിങ് ഉണ്ടാകും. കാരണം മൈക്ക എന്ന് പറഞ്ഞത് 8 അടി ഹൈറ്റിലെ മൈക്ക കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒരു കട്ടിങ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു കട്ടിങ്ങിൽ പല ആൾക്കാരും പല രീതിയിലാണ് ചെയ്യാറുള്ളത്. കട്ടിങ് അതേപോലെ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ പല ആൾക്കാരും ഒരു ചെറിയ ഗ്രൂ ഒക്കെ കൊടുത്തിട്ട് 2 ഗ്രൂ ഒക്കെ കൊടുത്തിട്ട് അതിനെ നിലനിർത്താറുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ കയറി വരുന്നൊരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു നിശ്ചേരിയ നൽകിയിട്ടുണ്ട്. ഇനി വാ, ഇവിടെ ആയിട്ട് ചെറിയൊരു പാസേജാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാസേജിൽ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാത്റൂം നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ഈ റൂമിനുള്ളൊരു ബാത്റൂമായിട്ടും കോമൺ ടോയ്ലറ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ബാത്റൂമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും നൽകിയിട്ടുണ്ട്. വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നുള്ള രൂപത്തിലും അത് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. 370 x 355 ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പർ നൽകിയിട്ടുണ്ട്. 2 സിംഗിൾ വിൻഡോ നൽകിയിട്ട് പാനലിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാള് ത്രൂ ഔട്ടായിട്ട് ഇതേപോലെ ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ട് കുഷൻ വരുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ കിങ് സൈസ് കോട്ട് നൽകിയിട്ടുണ്ട്. 2 സൈഡിലുള്ള സൈഡ് ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു വീതി കൂടിയിട്ടുള്ള രൂപത്തിലാണ് ഈ ഒരു സൈഡ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ ലെഗും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ചെറിയൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാളിൽ മിററൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർക്കും ഇതിൻ്റെ ബോക്സ് എവിടെ കൊടുക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മിറർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഇതിൻ്റെ സ്റ്റോറേജ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു ഐഡിയ ആണ്. പിന്നെ ഈ ഭാഗത്ത് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബിൻ്റെ കളർ തീം നമ്മൾ ആ റൂമിൽ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരു കളർ തീം മാത്രം സെറ്റ് ചെയ്ത് കൊടുത്തെന്നുള്ളൂ. ബാക്കിയൊക്കെ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള ഡോറൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ബെഡ്റൂമിൽ നിന്ന് വ്യത്യസ്തത ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മറ്റുള്ള ബെഡ്റൂമിലൊക്കെ ഒരു വുഡൻ ഫിനിഷ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫുള്ളായിട്ട് ആ ഒരു ജിപ്സം സീലിംഗ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ 2 പ്രൊഫൈൽ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ബാക്കിയൊക്കെ പാനൽ ലൈറ്റും അതേപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ആയിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീട്ടിലെ കിച്ചൺ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം.